ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് കേരളം കണ്ട ഏറ്റവും വലിയ മഹാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരേയൊരു ഉത്തരമേയുള്ളൂ: ശ്രീ നാരായണ ഗുരു. കേരളത്തിൻ്റെ പ്രകാശദീപമായി ഇന്നും മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുരുദേവന്റെ സാമൂഹികവും ദാർശനികവും സാഹിത്യപരവുമായ സംഭാവനകൾക്ക് നാൾതോറും അർത്ഥവും മൂല്യവും വർദ്ധിക്കുന്നു. സ്വന്തം ജീവിതമായിരുന്നു ഗുരുദേവന്റെ സന്ദേശം. പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹം ഉറപ്പിക്കാൻ തയ്യാറാക്കിയ സിമന്റ് ചാർത്തിലകപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട ഉറുമ്പുകളെ കണ്ട് ഈ മഹാപാപം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഒരു ഉറുമ്പിന് പോലും പീഡ വരുത്തരുതെന്നുള്ള അനുകമ്പ സദാ ഉള്ളിൽ നിറയണമെന്ന പ്രാർത്ഥനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപരന്റെ സുഖമാണ് അവനവന്റെയും സുഖമായിരിക്കേണ്ടതെന്ന് ഓരോ പ്രവൃത്തിയിലൂടെയും വെളിവാക്കിയതുൾപ്പെടെ എന്തു പറഞ്ഞുവോ അതെല്ലാം ജീവിതം മുഴുവൻ സാധനയാക്കിയ ലോക ഗുരുവാണ് അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുഗപരിവർത്തനത്തിന്റെ കാഹളധ്വനി ഉയർത്തിയ പുണ്യഭൂമിയാണ് അരുവിപ്പുറം. അഷ്ടബന്ധനമിട്ടുറപ്പിച്ചില്ലെങ്കിലും ഇവിടുത്തെ കൊച്ചരുവിയിൽ ഗുരുദേവൻ സ്ഥാപിച്ച ശിവലിംഗത്തിന് ഇന്നും ഇളക്കമില്ല. ആ ശിലയിൽ നിന്നും ജനിച്ച കൊടുങ്കാറ്റ് ചാതുർവർണ്ണ്യത്തിന്റെ കൊടുങ്കാറ്റുകളെ മൂടോടെ ഇളക്കിമറിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി അത് ഏകലോകത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു നിലകൊള്ളുന്നു. വേതാള നഗരം പോലെ അന്ധത മനസ്സിലാഴ്ത്തപ്പെട്ടിരുന്ന ഒരു ജനസഞ്ചയത്തെ മനുഷ്യത്വത്തിന്റെ സ്വർഗീയ നഗരിയിലേക്ക് ഉയർത്തിയ മാനവിക നവോത്ഥാനത്തിന്റെ ചരിത്രോദയത്തിനാണ് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ശിവപ്രതിഷ്ഠ നാന്ദി കുറിച്ചത്. മനുഷ്യരെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ശ്രീകോവിലിലൂടെ പ്രവേശിപ്പിച്ച് യഥാർത്ഥ ദൈവത്തിന്റെ സ്വരൂപത്തെ ദർശിക്കാനും അതുവഴി ഭേദാദികളെ അതിജീവിക്കാനും ഗുരുദേവൻ പഠിപ്പിക്കുകയായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു കാലഘട്ടത്തിന്റെ പുനരാവിഷ്കാരമാണ്, ഒരു സമൂഹത്തിന്റെ പുനരവതരിക്കപ്പെടലാണ്. മനുഷ്യത്വമല്ലാതുള്ള സർവ്വതിനെയും നീക്കി മനുഷ്യനെ മനുഷ്യനാക്കുന്ന ദാർശനിക പ്രകാശധാരയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ പ്രസരിപ്പിക്കുന്നത്. സർവ്വവിധ പരിമിതികളെയും മറികടന്ന് പരമസ്വാതന്ത്ര്യത്തിന്റെ അനുഭവതലത്തിൽ എത്തിച്ചേരുവാനുള്ള ഈ പ്രകാശധാരയെ നിരന്തരം ഹൃദയത്തിൽ ധ്യാനിക്കുക. അങ്ങനെ ഗുരുദേവൻ കാണിച്ചു തന്ന ഒരു ദൈവത്തിന്റെ മഹിമ അനുഭവിക്കുക. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഈ മഹാഗണി മരം നടുമ്പോൾ ഭൈരവസ്വാമിയോട് പറയുകയുണ്ടായി: ഈ മരം പൂത്ത് കായ്ക്കുന്ന നാൾ ഞാനുണ്ടാവില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ മഹാഗണി മരത്തിൽ ഒരു പൂവുണ്ടായി. അത് കണ്ട് പരിഭ്രാന്തനായ ഭൈരവസ്വാമി ഗുരുവിന്റെ അരികിലേക്കെത്തി. അപ്പോൾ ശാന്തനായി ഗുരു പറഞ്ഞു: പേടിക്കേണ്ട, ആ പൂ കൊഴിഞ്ഞു പോകും. പിന്നീട് ഈ വൃക്ഷത്തിൽ കായുണ്ടായപ്പോൾ ഗുരു സമാധിയായി കഴിഞ്ഞിരുന്നു. അരുവിപ്പുറം പാലം നിർമ്മിച്ച മന്ത്രി TK ദിവാകരന്റെ പ്രതിമ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം അരുവിപ്പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നു. തിരുവിതാംകൂറിലെ ഈഴവരുടെ മതപരവും സാമുദായിക സംബന്ധമായുമുള്ള അഭിവൃദ്ധിയെ പൊതുവിൽ സ്വാധീനിക്കാൻ പര്യാപ്തമായ ഒരു യോഗം ആവശ്യമാണെന്ന് ഗുരുവിന് തോന്നി. അരുവിപ്പുറം ക്ഷേത്രകാര്യത്തിന് ഏർപ്പെടുത്തിയ സംഘത്തെ കുറെ കൂടി വികസിപ്പിച്ച് തന്റെ ഉദ്ദേശം സാധിക്കുന്നതിന് സ്വാമികൾ തീർച്ചപ്പെടുത്തി. അതിന്റെ ഫലമായി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേരിൽ ഒരു സംഘം ഈ പ്ലാവിന്റെ ചുവട്ടിൽ വച്ച് കൊല്ലവർഷം 1078 ധനുമാസം 20-ാം തീയതി സ്ഥാപിച്ചു. കുമാരനാശാനെ സംഘത്തിന്റെ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. ഈ കാണുന്ന മയിൽവാഹനം തിരുവനന്തപുരം പേട്ടയിൽ താമസിച്ചിരുന്ന മേരിയൻ ചട്ടമ്പി എന്ന ഒരു ക്രിസ്ത്യാനി സ്വാമികൾക്ക് സമ്മാനിച്ചതാണ്. അരുവിപ്പുറത്തെ ഗുരുപൂജ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ ഗുരുപൂജ എന്നാൽ വയറ് നിറച്ച് അന്നം കൊടുക്കുന്ന രീതിയാണ്. ഇതിൽ നിന്നും ഗുരു കണ്ട യഥാർത്ഥ ആരാധന എന്ത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്ന് കാണുന്ന തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മതകലഹങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർ അഹിംസയിൽ ബുദ്ധന്റെയും ത്യാഗത്തിൽ ക്രിസ്തുവിൻ്റെയും സാഹോദര്യത്തിന് നബി തിരുമേനിയുടെയും മൂർത്തിമത് ഭാവമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പഠനത്തിലൂടെയും ചർച്ചയിലൂടെയും
മൗനത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യരാശിയുടെ സർവതോന്മുഖമായ പുരോഗതിയാണ് തൃപ്പാദങ്ങൾ ലക്ഷ്യമിട്ടിരുന്നതെന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ കഴിയും. ജാതി, മതം, വിദ്യാഭ്യാസം, സമ്പത്ത്, ദേശം, ഭാഷ, വർണ്ണം, വർഗം, പ്രത്യയശാസ്ത്രം തുടങ്ങിയ യാതൊരുവിധമായ വിവേചനങ്ങളുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ ലോകത്തിൻ്റെ സംസ്ഥാപനത്തിനായിട്ടാണ് ഗുരു പ്രവർത്തിച്ചത്. ജാതിഭേദമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന പരിതസ്ഥിതികൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രായോഗിക പരിപാടികൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഗുരുദേവൻ ഇവിടെ എത്തിയത്. ഇവിടം ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ട് ഒരു പുണ്യസ്ഥലമായി ഭവിച്ചു. ഇന്നത്തെ ഈ കാണുന്ന അരുവിപ്പുറം അന്ന് അത്യുഗ്രമായ കൊടുങ്കാടായിരുന്നു. ആ കാട്ടുപ്രദേശത്തു കൂടിയാണ് നെയ്യാർ ഒഴുകുന്നത്. അഗസ്ത്യാർ കൂടത്തിൽ നിന്ന് നെയ്യാർ ഉദ്ഭവിക്കുന്നു. ഉദ്ഭവസ്ഥാനത്ത് നിന്ന് ഉദ്ദേശം 20 നാഴികയോളം ഒഴുകിയ ശേഷം കുറെ പാറക്കെട്ടുകളുടെ പുറത്തുകൂടി ഈ നദി ഒഴുകിപ്പതിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ശങ്കരൻകുഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സ്വാമി തൃപ്പാദങ്ങളുടെ ഒരു പ്രമുഖ ശിഷ്യനായ ശിവലിംഗ സ്വാമികൾ ഈ സ്ഥലത്തിന്റെ പൂർവ്വസ്ഥിതിയെക്കുറിച്ച് ഇങ്ങനെ സ്മരിച്ചിട്ടുണ്ട്. ആറ്റിനക്കരെ വലിയ വനമാണ്. ക്രൂര സർപ്പങ്ങളെ ഇക്കരെ നിൽക്കുന്നവർക്ക് എപ്പോഴും കാണാം. പുലികൾ പാറപ്പുറങ്ങളിൽ കിടന്നുറങ്ങുന്നതും മടികൂടാതെ സഞ്ചരിക്കുന്നതും പതിവാണ്. ഇവിടെ വച്ചാണ് 1888 ശ്രീനാരായണ ഗുരുദേവൻ തുടക്കം കുറിച്ച ക്ഷേത്ര ചൈതന്യോത്സവം കേരളത്തിൽ ആത്മീയമായ ഒരു നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത്. കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട പ്രതിഷ്ഠ, ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ആദ്യത്തെ ദേവപ്രതിഷ്ഠ. പ്രതിഷ്ഠാ ദിവസം നേരം പാതിരായോടടുത്തപ്പോൾ ഗുരുദേവൻ സ്നാനത്തിനായി പുറപ്പെട്ടു. പതിവിന് വിപരീതമായി ഒരു കയത്തിലാണ് ഗുരുദേവൻ ഇറങ്ങിയത്. ഭക്തന്മാരുടെ സങ്കീർത്തനങ്ങളാൽ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ കയത്തിലേക്ക് അദ്ദേഹം മുങ്ങിത്താഴ്ന്നു. ശിഷ്യജനങ്ങളുടെ തടസ്സപ്പെടുത്തലുകൾ അദ്ദേഹം വകവച്ചില്ല. ചുരുക്കം ചില ശിഷ്യന്മാർ മാത്രം ഗുരുദേവൻ ഇറങ്ങിയ ഭാഗത്ത് മൗനമായി നോക്കി നിന്നു. സമയമേറെ കടന്നുപോയി. തെല്ലൊന്നു ഭയപ്പെട്ടെങ്കിലും ഗുരുദേവൻ വലതു കൈയിൽ ഒരു ശിലയുമായി ഉദയസൂര്യന്റെ ചാരുതയോടെ ഉയർന്നു വന്നു. അങ്ങനെ ഉദിച്ചുയർന്ന ഭഗവാന്റെ തേജസ്സുറ്റ മുഖം നേരെ നോക്കാൻ കഴിഞ്ഞില്ല എന്ന് ശിവലിംഗ സ്വാമികൾ അനുഭവത്തിൽ പറയുന്നു. പ്രതിഷ്ഠാവേളയിൽ സ്ഥലത്തിനു മുകളിലുള്ള ആകാശത്തിൽ ഒരു കാന്തിക പ്രസരമുണ്ടായത് സ്പഷ്ടമായി കണ്ടതായി ശിവലിംഗ സ്വാമികൾ പറയുന്നു. തദ്ദേശവാസികളുടെ സഹായത്തോടുകൂടി കരിങ്കല്ലിൽ ശ്രീകോവിലും അതിനെ ചുറ്റിയിരിക്കുന്ന മണ്ഡപവും പണി കഴിപ്പിച്ചു. കാലക്രമേണ നാം ഇന്ന് കാണുന്ന അരുവിപ്പുറം ക്ഷേത്രമായി അത് പരിണമിച്ചു. ഇതുവഴിയാണ് ഗുരു തപസ് ചെയ്ത കൊടുതൂക്കി മലയിലേക്ക് നടന്നു പോകുന്നത്. പണ്ട് വളരെ ഇടുങ്ങിയ പാതയായിരുന്നു. ഇപ്പോൾ ഇതുവഴി മലയുടെ മുകൾ ഭാഗം വരെ വാഹന സൗകര്യം ലഭ്യമാണ്. ഇത് അരുവിപ്പുറം കൊടുതൂക്കി മലയുടെ പ്രശസ്തമായ കിണ്ണിക്കിണർ. ഈ പാറയിടുക്കിലെ ജലം ഒരു കാലത്തും ഉറവ വറ്റാറില്ല. ഇത് അരുവിപ്പുറത്തെ ഗുരുദേവ മന്ദിരം. ഈ പാറപ്പുറത്തിരുന്നാണത്രേ ഗുരുദേവൻ സുബ്രഹ്മണ്യ സ്വാമിയുമായി സംസാരിച്ചത്. ഭാവിയിൽ ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം വരുമെന്നും അതോടെ ഇവിടം പുരോഗതി നേടുകയും ചെയ്യുമെന്നും ഗുരു പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരു സമാധിയായി എങ്കിലും സ്വാമിയുടെ യശസ്സും ദാർശനിക സിദ്ധാന്തങ്ങളും അനശ്വരമാണ്.